ഇപ്പോഴത്തെ കാലത്ത് എന്ത് വാർത്ത കേട്ടാലും മനുഷ്യൻ ഞെട്ടുകയില്ല. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തകൾ ഏത് സമയത്തും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഭൂമി പിളർന്നു എന്ന് കേട്ടാലോ, സുനാമി ഉണ്ടായെന്ന് കേട്ടാലോ, ഹിമാലയ പർവ്വതം ഇടിഞ്ഞ് താഴേക്ക് പോന്നു എന്ന് കേട്ടാലോ അത്ഭുതപ്പെടാനോ ഞെട്ടാനോ പറ്റുകയില്ല. കാരണം ഞെട്ടിയിട്ടും കാര്യമില്ല. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP ചേർന്നു എന്ന് കേട്ടിട്ട് ഞാൻ ഞെട്ടിയില്ല. അല്ലെങ്കിൽ ടോം വടക്കൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ വക്താവ് പാർട്ടിയുമായുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് BJPയുടെ ഭാരവാഹിയായി എന്ന് കേട്ടപ്പോൾ ഞെട്ടിയില്ല. BJPയുടെ പ്രധാന വക്താവായിരുന്ന സന്ദീപ് വാര്യർ വേദിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല, സദസ്സിൽ ഇരിക്കേണ്ട വന്നു എന്ന കാരണത്താൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സുകാരനായി മാറി എന്ന് മാത്രമല്ല, പാണക്കാട്ട് പോയി തങ്ങളുടെ ആശീർവാദം വാങ്ങി എന്ന് കേട്ടപ്പോഴോ കണ്ടപ്പോഴോ ഞാൻ ഞെട്ടിയില്ല. കാരണം രാഷ്ട്രീയമാണല്ലോ, എന്ത് സംഭവിക്കാം, ആരും ഗോളടിക്കാം, ആരും ജയിക്കാം. അതാണ് സാഹചര്യം. ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അത് പ്രത്യയശാസ്ത്രപരമായിട്ടോ സൈദ്ധാന്തികമായിട്ടോ ദാർശനികമായിട്ടോ ഉള്ള എന്തെങ്കിലും ഉൾക്കാഴ്ച കൊണ്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നു, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അത് കിട്ടാതെ വരുമ്പോൾ ഇവർ നിരാശരാകുന്നു, അവർക്ക് മോഹഭംഗമുണ്ടാകും. അധികം വൈകാതെ പാർട്ടി വിട്ട് അതുവരെ കൊണ്ടുനടന്ന പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് ഇതിന് ഘടകവിരുദ്ധമായ മറ്റൊന്നിൽ ചേർന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുവരെ ഏതിനു വേണ്ടി നിന്നോ അതിനെ പരിപൂർണമായിട്ട് തള്ളിപ്പറയും, അതിൻ്റെ നേർവിപരീതമായ മറ്റൊന്നിൽ ചേരുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ വയറ്റുപഴപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധാരണ രീതി. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സുഹൃത്ത് റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു എന്ന വാർത്ത കേട്ടത്. നിമിഷം, ഒരു നിമിഷം പൂർണ്ണമായിട്ടും ഞാൻ ഞെട്ടിയില്ല, നിമിഷം ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ള സത്യമാണ്. റെജി ലൂക്കോസിനെ എനിക്ക് പരിചയമുണ്ട്, നേരിട്ട് പരിചയമില്ല, നേരിട്ട് കണ്ടതായിട്ടും സംസാരിച്ചായിട്ടും ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹം പലപ്പോഴൊക്കെ ഫോണിൽ വിളിക്കും, സംസാരിക്കും. ഈ ടെലിവിഷനിൽ ചർച്ചയ്ക്ക് പോകുന്ന CPM സഹയാത്രികർ മിക്കവാറും എല്ലാവരും തന്നെ സാമാന്യം മര്യാദയുള്ളവരാണ്. സാക്ഷാൽ സഖാക്കളെ പോലെ അത്ര ധാർഷ്ട്യമോ അഹങ്കാരമോ അല്ലെങ്കിൽ അല്പത്തരമോ ഉള്ളവരല്ല ഈ സഹയാത്രികരായിട്ട് പോകുന്നവർ. ഇപ്പോൾ പാർട്ടി ശാസിച്ച അഡ്വക്കേറ്റ് ഹസ്കറിനെയും എനിക്കറിയാം. ഒരു സാധു മനുഷ്യനാണ്, ആർക്കൊരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. പുള്ളി പാർട്ടിക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ക്യാപ്സൂൾ അനുസരിച്ച് ടെലിവിഷൻ ചാനലിൽ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും കുറച്ചൊരു മര്യാദയും അന്തസ്സുഖം പുലർത്തുന്ന ആളാണ്. അതുപോലെ തിരുവനന്തപുരത്തുകാരനായ മറ്റൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ലാൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി വഴിയിൽ വെച്ച് കാണുമ്പോൾ ചിരിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ മറ്റൊരാളാണ് റെജി ലൂക്കോസ്. അദ്ദേഹം പലപ്പോഴും ഫോണിൽ വിളിച്ച് ഈ പാർട്ടിയുടെ പോക്ക് അത്ര ശരിയായ ദിശയിലല്ല എന്നൊക്കെ പറയാറുണ്ട്. ഏതാണ്ട് ഒരു 3 മാസം 4 മാസം കൂടി പുള്ളി ഇത് പറഞ്ഞു. CPM ശരിയായ ദിശയിലല്ല പോകുന്നത്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പാർട്ടിയും സഖാക്കളും ഒക്കെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഓർക്കും. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇദ്ദേഹം BJPയിൽ ചേരും എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ ആ ഡേറ്റും നാളും പക്കമൊക്കെ ഓർന്നു വെച്ചാൽ. പക്ഷെ പുള്ളി ഇനി അഥവാ രാഷ്ട്രീയ നിരീക്ഷണം ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ കോൺഗ്രസിലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലോ ചേരും, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നാൽ പോലും നമുക്ക് അത്ഭുതം ഉണ്ടാവുമായിരുന്നില്ല. ഇദ്ദേഹത്തെ പോലെ ഒരാൾ പെട്ടെന്നൊരു ദിവസം BJPയിൽ ചേർന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമിഷം ഞാൻ അന്തിച്ചു പോയി. പുള്ളി പണ്ടും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ തിരുവിതാംകൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ, അതിലും വിശേഷിച്ച് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ ഇടയിൽ, കത്തോലിക്കർക്കിടയിലൊന്നും CPMന് യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിൽ നേതാക്കന്മാർ ഇങ്ങനെ പല സിദ്ധാന്തങ്ങളും പറഞ്ഞ് നടക്കുന്നതല്ലാണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് വലിയ പരാധീനതയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ ചർച്ചയ്ക്ക് പോകുന്നുണ്ട്, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യവും കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഓർക്കും. അദ്ദേഹം പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ഇത് തന്നെ ആവണമെന്നില്ല, പക്ഷെ ഈ രീതിയിൽ അഭിപ്രായം പുള്ളി പറഞ്ഞു. CPMനെ കുറിച്ച് നേരത്തെ തന്നെ അദ്ദേഹത്തിന് പരാതികളുണ്ട്, പാർട്ടിയുടെ പോക്ക് ശരിയായ ദിശയിലല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. എങ്കിൽ പോലും ടെലിവിഷൻ ചാനലുകളിൽ പോയിട്ട് പാർട്ടിയെ ന്യായീകരിക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരുന്നത്. ഇത് കുറെ കഴിയുമ്പോൾ ആർക്കായാലും മടുക്കുമല്ലോ. ഈ കള്ളം പറഞ്ഞ് മനുഷ്യൻ അത് രണ്ടു വിധത്തിൽ സംഭവിക്കാം. കള്ളം പറഞ്ഞ് ഈ പറയുന്നതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണ്.
രണ്ടാമത് കള്ളം പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒരിക്കൽ സത്യം പറഞ്ഞല്ലോ, മരിച്ച് പരലോകത്തിൽ ചെല്ലുമ്പോൾ പടച്ചോ ചോദിക്കുള്ളൂ, താൻ ഈ ജീവിതകാലം മുഴുവൻ കള്ളം മാത്രം എന്തിനാ പറഞ്ഞത് എന്ന ഒരു ചോദ്യത്തെ നേരിടാൻ വേണ്ടി പറ്റാതിട്ടായിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹം ഇപ്പൊ പാർട്ടി മാറിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി BJP-യിൽ ചേർന്നതിന്റെ യുക്തി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. BJP-യിൽ നിന്ന് എന്തെങ്കിലും ചക്കത്തുണ്ടം മോഹിച്ചിട്ടാണ് എന്ന് തോന്നുന്നില്ല. കാരണം CPM-ൽ നിന്ന് പുള്ളിക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരുമായിട്ടും സഖാവ് പിണറായി വിജയനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ക്ലിഫ് ഹൗസിൽ പ്രത്യേകിച്ച് അനുവാദമൊന്നും കൂടാതെ കയറി ചെല്ലാനും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാനും ഒക്കെ അനുവാദവും അതിന് വേണ്ട സകല സംവിധാനങ്ങളും ഉള്ള ആളായിരുന്നു റെജി ലൂക്കോസ്. അദ്ദേഹത്തെ പോലെ ഒരാൾ പെട്ടെന്ന് ഈ സംവിധാനത്തെ മൊത്തമായിട്ട് തള്ളിപ്പറഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. ഏതായാലും ഇനി CPM-ൽ നിന്നിട്ടോ അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചിട്ടോ യാതൊരു ഫലവുമില്ല എന്ന കാര്യം റെജി ലൂക്കോസിന് അവരെ മനസ്സിലായി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും റെജി ലൂക്കോസിന് മംഗളാശംസകൾ നേരുന്നു. അദ്ദേഹം ഈ താമര പൂങ്കാവനത്തിൽ ഒരു മന്ദസമീകരണം ചുറ്റി തിരിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ജയ് ഹിന്ദ്.